ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റും അതുപോലെ റെഫിന്റെ കുറച്ച് കോഡ് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോപ്പപ്പിനകത്ത് ഈ ക്ലോസ് ബട്ടണിനകത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ടൈം റീസെറ്റ് ആവും. ഓക്കെ, ടൈം റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹാൻഡിൽ റീസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ചില യൂസേഴ്സ്, അതായത് നമ്മൾക്ക് ഈ പോപ്പപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നോർമലി നമ്മൾ ക്ലോസ് ബട്ടണിൽ ചിലവർ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ചിലവർ മറ്റേ കീബോർഡിനകത്ത് ESC എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ESCയിൽ ക്ലിക്ക് ചെയ്ത് ചിലവർ അതെടുത്ത് എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോപ്പപ്പ് അങ്ങ് ക്ലോസ് ചെയ്യും. സോ രണ്ട് രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഒന്നുകിൽ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ESC കീബോർഡിനകത്ത് ക്ലിക്ക് ചെയ്ത് അങ്ങ് ക്ലോസ് ചെയ്യാം. പക്ഷേ നമ്മൾ ESC ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടൈമറിന്റെ റീസെറ്റ് ആയിട്ടില്ല. ഓക്കെ, സോ എക്സിറ്റ് കീബോർഡ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ഫംഗ്ഷൻ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ നമ്മളിവിടെ ഡയലോഗിനകത്ത് ഇവിടെ ഓൺ ക്ലോസ് എന്ന് പറഞ്ഞൊരു ഇൻബിൽഡ് ഇവന്റ് ഉണ്ട് ഡയലോഗിന് വേണ്ടി. അതിലും നമ്മളിവിടെ ഓൺ റീസെറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ടൈമർ റീസെറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഇവിടെ -3 സെക്കൻഡ്സ് -0.003 എന്നൊക്കെയാണ് പറഞ്ഞ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ESC കീബോർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ ഇവിടെ ട്രിഗർ ചെയ്യും. ഓക്കെ, സോ അതൊന്ന്. ഇനി അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഒരു മോഡൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഈ ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയലോഗ് ബോക്സ് ആക്ച്വലി ഇവിടെ കണ്ടന്റിന്റെ അകത്താണ് ഇതിവിടെ വന്നിരിക്കുന്നത്. ഡയലോഗിന്റെ ബോക്സ്, അതായത് നെസ്റ്റഡ് ഡിവിനകത്തോ അല്ലെങ്കിൽ നെസ്റ്റഡ് എലിമെന്റിന്റെ അകത്താണ് ഈ സാധനം, ഈ ഡയലോഗ് ബോക്സ് വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ശരിയാണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ ടെക്നിക്കലി നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പോപ്പപ്പ് സ്ക്രീൻസ് ആക്ച്വലി നമുക്ക് വെളിയിലോട്ട് ഇടണം. അതായത് ആക്ച്വലി ഔട്ട്സൈഡ് ആയിരിക്കണം, ഈ കണ്ടന്റിന് വെളിയിലായിരിക്കണം. ഇതിപ്പോ കണ്ടന്റിന്റെ അകത്താണ് ഈ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ നെസ്റ്റഡ് എലമെന്റ് അകത്താണ് ഇവിടെ സാധനം വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റൈലോ അല്ലെങ്കിൽ ക്ലാസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിന് ചിലപ്പോ സ്റ്റൈല് മാറാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡയലോഗ് ബോക്സിനെ എടുത്ത് നമ്മൾ വെളിയിലോട്ട് ഇടണം. അപ്പൊ വെളിയിൽ ഇടാൻ വേണ്ടി ഞാനിവിടെ index.html പോയി കഴിഞ്ഞാൽ ഞാനിവിടെ div id = model എന്ന് പറഞ്ഞ് ഒരു empty എലമെന്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ID മോഡൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ അകത്ത് എനിക്ക് ഡയലോഗ് ബോക്സിനെ കൊണ്ടുവരണം. സോ നമ്മുടെ ഇപ്പോഴത്തെ ഡയലോഗ് ബോക്സ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ അകത്താണ്. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കണ്ടന്റിന്റെ അകത്തായിരിക്കും. അതായത് ഈ index.html പോയി കഴിഞ്ഞാൽ ഈ കണ്ടന്റിന്റെ അകത്തായിരിക്കും ഈ ഡയലോഗ് ബോക്സ് ഇരിക്കുന്നത്. സോ എനിക്ക് ഇവിടെ ഈ ഡയലോഗ് ബോക്സ് ആക്ച്വലി എന്ത് ചെയ്യണം, എനിക്ക് ഈ മോഡലിനകത്ത് ഇതിന്റെ അകത്ത് തൊട്ട് ഇടണം. അപ്പൊ അത് എങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പോർട്ടൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യും. അത് റിയാക്ട് ഡോം എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്, അതൊരു മെത്തേഡാണ്. ഇപ്പൊ ഇമ്പോർട്ട് ഞാനിവിടെ empty ഇപ്പൊ തൽക്കാലം ഇടാം ഫ്രം റിയാക്ട് ഡോം. ഓക്കെ, റിയാക്ട് ഡോമിനകത്താണ് ഈ പോർട്ടൽ ഇരിക്കുന്നത്. അവിടെ ഞാനിവിടെ ക്രിയേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, സോ ക്രിയേറ്റ് പോർട്ടലിന്റെ അകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷൻ ആണ്. അതിന്റെ അകത്ത് നമുക്ക് രണ്ട് പാരാമീറ്റർ ആണ് അതിൽ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ചിൽഡ്രൻ, അതായത് HTML കണ്ടന്റ്, പിന്നെ ഉള്ളത് കണ്ടെയ്നർ, ഏത് കണ്ടെയ്നറിനകത്താണ് ഇത് ഇവിടെ വെക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ റിട്ടേണിനകത്ത് ഇവിടെയാണ് ഡയലോഗ് എഴുതിയിരിക്കുന്നത്. ഞാനിവിടെ ക്രിയേറ്റ് പോർട്ടൽ ഇവിടെ തൽക്കാലം ഇങ്ങനെ ആഡ് ചെയ്യാം. ക്രിയേറ്റ് പോർട്ടൽ ഞാനിവിടെ ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ HTML കണ്ടന്റ്, കോമ കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ഏത് കണ്ടെയ്നറിനകത്താണ് കൊണ്ടിടേണ്ടത്, അതല്ലെങ്കിൽ ഏത് എലമെന്റിനകത്താണ് കൊണ്ടിടേണ്ടത്. സോ എൻ്റെ ഇവിടെ index.html നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ID ഉണ്ട്, മോഡൽ. സോ ഈ മോഡലിനകത്ത് കൊണ്ടിടണം. അപ്പൊ അതിന് ഇടാനാണ്
ഇടണമെങ്കിൽ ഞാനിവിടെ ഡോക്യുമെന്റ് ഗെറ്റ് ബൈ ID പറയുന്നത് മോഡൽ. മോഡൽ എന്ന് പറഞ്ഞ ID-ക്കകത്ത് വേണം നമ്മുടെ ഈ എലിമെന്റിനകത്ത് നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം സെയിം തന്നെയാണ്, പഴയതുപോലെ വർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഡയലോഗ് ബോക്സ് വരുന്നത് ഈ ID മോഡലിനകത്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഈ കണ്ടന്റിനകത്താണ് ഇവിടെ വന്നിരിക്കുന്നത്, അതായത് നെസ്റ്റഡ് എലിമെന്റ്സിനകത്തായിരുന്നു ഡയലോഗ് ബോക്സ് ഇരുന്നത്. സോ നമുക്ക് ഡയലോഗ് ബോക്സിനെ വെളിയിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ക്രിയേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ പോർട്ടൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതൊരു റിയാക്ടിന്റെ ഒരു മെത്തേഡാണ്. റിയാക്ട് ഡോം എന്ന് പറഞ്ഞൊരു ലൈബ്രറി, റിയാക്ട് ഡോം എന്ന് ആണ് നമുക്ക് ക്രിയേറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം.